ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരിലെ വിലങ്ങൻ കുന്നിലാണ്. അപ്പോൾ സൈക്കിൾ ഓട്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോണത്. ഷേക്ക് ഉണ്ടല്ലേ? ഓക്കെ. ഏകദേശം എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് വളരെ അടുത്താണ്. ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഉണ്ട്. തൃശ്ശൂരിൽ നിന്ന് പോകുന്നത്തേക്ക് വരുന്ന വഴിയിൽ നമ്മുടെ അമല ഹോസ്പിറ്റലുണ്ട്. അമല ഹോസ്പിറ്റൽ എത്താനൊക്കെ മുന്നേ ആയിട്ടാണ് വിലങ്ങൻ കുന്നുള്ളത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ വിലങ്ങൻ കുന്നിൻ്റെ ഫ്രണ്ട് വശത്തായിട്ടാണ്. ഇത് എൻട്രി ഭാഗമാണ്. ഓക്കെ. ഇന്നിവിടെ വളരെ തിരക്കുറവാണ്. ഞാൻ ഇപ്പോൾ രാവിലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പൊതുവേ എല്ലാ ദിവസത്തേനേക്കാളും ഇന്ന് വളരെ തിരക്കൂടെ കുറവുണ്ട്. ഏകദേശം നമ്മുടെ തൃശ്ശൂർ ജില്ല ടൗണിലോട് ഏറ്റവും അടുത്ത് കിടക്കണു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. തൃശ്ശൂർ ടൗണിൻ്റെ അടുത്ത് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് പോയിൻ്റാണ്. ഏകദേശം ആൾക്കാർക്ക് എത്താനും ഒരു ഫാമിലി അതേപോലെ തന്നെ കപ്പിൾസ് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയുടെ തന്നെ നമ്മുടെ 80% 80% ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കാം എന്നാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്, നമുക്ക് തൃശ്ശൂർ ജില്ലയിലെ 4 സൈഡും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതായത് ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രാമീണ മേഖല, പാടങ്ങളും വയലുകളൊക്കെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ തൃശ്ശൂർ ടൗണിൻ്റെ ദൃശ്യഭംഗിയാണ് കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ അറബിക്കടൽ കാണാൻ സാധിക്കും. നല്ല തെളിഞ്ഞ ദിവസമൊക്കെയാണെന്ന് വിചാരിക്കുക, മഞ്ഞൊന്നും ഇല്ലാത്തൊരു തെളിഞ്ഞ ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് വല്ല കപ്പലൊക്കെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുവരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും വിത്തൗട്ട് ബൈനോക്കുലർ. അതുപോലെ തന്നെ ഈസ്റ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ പറമ്പിക്കുളം ടൈഗർ റിസർവിലെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, കരിമല യക്ഷി അഥവാ കരിമല ഗോപുരം. വിലങ്ങൻ കുന്നിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ കഴിയും. അതൊരു സ്ത്രീ മലർന്നു കിടക്കുന്ന രൂപത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ അഴീക്കോട് ലൈറ്റ് ഹൗസ്, അതേപോലെ പൊന്നാനി ലൈറ്റ് ഹൗസ്, ചീറ്റുവ ലൈറ്റ് ഹൗസ്, ഇത് മൂന്നും നമുക്ക് വിലങ്ങനിൽ നിന്ന് കാണാൻ പറ്റും. വിലങ്ങൻ കുന്നിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നല്ല രസകരമായൊരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ പണ്ട് ബ്രിട്ടീഷ് പീരീഡിലെ ബ്രിട്ടീഷുകാരും ശക്തൻ തമ്പുരാനും ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഡൗട്ടാണ്. അവരിത് ഒരു വാച്ച് ടവറായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇവിടെ നമുക്ക് എല്ലാ സൈഡിൽ നിന്നും കാണാൻ പറ്റും. അപ്പോൾ ബൈനോക്കുലറൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ അപ്പം അങ്ങനെ മാസമായിട്ടുള്ളൊരു നീക്കമൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റിയിരുന്നു. അപ്പോൾ ഇതൊരു വാച്ച് ടവറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ ഒരു ആംഫി തിയേറ്റർ ഉണ്ട്, പിന്നെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്, കിഡ്സ് പാർക്ക് ഉണ്ട്, പിന്നെ കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് ഔഷധ സസ്യങ്ങൾ, മരങ്ങൾ, അങ്ങനെ നല്ലൊരു ഗ്രീനറി, നല്ലൊരു പച്ചപ്പ് എന്നൊക്കെ പറയില്ലേ. നല്ല വെയിലുണ്ട്, അല്ലെങ്കിൽ നല്ല മഴക്കാലത്തൊക്കെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ വിലങ്ങുന്നിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയ. കാരണം മഴയിൽ കുളിച്ച് നിൽക്കുന്ന വിലങ്ങുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകത തന്നെയാണ്. ഇപ്പോൾ നല്ല വെയിലാണ്, ഒരുവിധം മരങ്ങളൊക്കെ ഇങ്ങനെ വാടിയിട്ടൊക്കെയാണ് നിൽക്കുന്നത് ഇവിടെ. അങ്ങനെ അപ്പോൾ ഓരോ പോയിൻറ്റും ഞാൻ പറഞ്ഞിട്ടുള്ള. പിന്നെ പറയുകയാണെങ്കിൽ ബട്ടർഫ്ലൈ സോൺ ഉണ്ട്, അവിടെ ഹോസ് പ്ലാന്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിനി നോക്കാം.
വിലങ്ങുന്നിലെ ഒരു പ്രധാന സ്ഥലമാണ് ആംഫി തിയേറ്റർ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്കോ ഉണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് നമുക്ക് എക്കോ ആയിട്ട് കേൾക്കാം. ചിലപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് അത് നന്നായി മനസ്സിലാകാൻ പറ്റും. ഞാൻ ഏകദേശം ഇതിൻ്റെ മിഡിലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിൽ പ്രോഗ്രാമൊക്കെ നടത്തി കഴിഞ്ഞാൽ മൈക്കൊന്നും വേണ്ട. ഇതിൻ്റെ ഒരു ഉപകരണം അങ്ങനെയാണ്. ഏകദേശം ഒരു 2500 പേർക്ക് ഒരുമിച്ചിരുന്ന് പ്രോഗ്രാംസൊക്കെ കാണാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. പക്ഷെ അതൊന്നും ഫലവത്തായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. തിയേറ്റർ ഫെസ്റ്റ് പോലെയുള്ള ഇതൊക്കെ നടത്താനുള്ള അത്രയും സെറ്റിങ്സ് ഇവിടെയുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെ പ്രൊജക്ടർ വെച്ചിട്ട് സിനിമയൊക്കെ പ്രദർശനം നടത്തിയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് എൻ്റെ സൗണ്ട് തന്നെ എക്കോ കേൾക്കാം. ഇവിടെയുള്ള എല്ലാവർക്കും കേൾക്കാട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റേജ്, ഇവിടുത്തെ ആംഫി തിയേറ്ററിലെ സ്റ്റേജ്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഗ്രീൻ റൂം ഉണ്ട്, കാണിച്ചു തരാം. ഇത് ഗ്രീൻ റൂമാണ്. അതേപോലെ തന്നെ ഈ സ്റ്റേജിൻ്റെ താഴെയായിട്ടും ഗ്രീൻ റൂം തന്നെയാണുള്ളത്. ഇതാണ് കിഡ്സ് പാർക്ക്. ഇവിടെ പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുട്ടികളായി വരുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ പ്രവേശനമുള്ളൂ. കിഡ്സ് പാർക്കിലേക്ക് ആദ്യ കാലത്തൊക്കെ, അതായത് ഒരു 2 വർഷം മുന്നേ അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാവർക്കും എൻട്രി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിനോവേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 മാസമായിട്ടുള്ളൂ. ഇവിടുത്തെയുള്ള എല്ലാ ഉപകരണങ്ങളും ഐറ്റംസ് എല്ലാം റീപ്ലേസ് ചെയ്തു. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു, ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ. ഇപ്പോൾ എല്ലാം നല്ല പുതിയത് നല്ലതാക്കിയിട്ടാക്കി. കുട്ടികളൊക്കെ ഇന്നിപ്പോൾ ഇങ്ങനെ സമയമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ ഒരുപാട് ഫാമിലി കുട്ടികൾ എല്ലാവരും കളിക്കാറുണ്ട്. ചിലപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് വന്നിട്ട് ഇവിടെ കളിക്കാറൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഓപ്പൺ സ്റ്റേജാണ്. ഇവിടെ നമ്മുടെ ബ്രിട്ടീഷുകാരും അങ്ങനെ ഇതൊരു ഒളിത്താവളമായിട്ട് താമസിച്ചിരുന്നു, ഒരു വാച്ച് ടവറായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ അനുമാനത്തിൽ പണിതിട്ടുള്ളൊരു മോഡലാണ്. സ്റ്റേജ് അതിൻ്റെ പുറകിലായിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ പണിതിട്ടുള്ളത്. പിന്നിലൊരു പീരങ്കി തറ കാണാൻ പറ്റും. നമ്മുടെ പിന്നിലായിട്ടാണ് ബട്ടർഫ്ലൈ സോൺ ഉള്ളത്. ബട്ടർഫ്ലൈ പ്ലാന്റ്, ഇവിടെ കുറച്ച് ഹോസ് പ്ലാന്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു ഗവേഷകൻ ഇവിടെ ഒരു അരമണിക്കൂർ ഇവിടെ വന്ന് നിന്നു. അപ്പോൾ ആൾക്ക് ഇങ്ങനെ കുറച്ച് നേരം ആളിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഏകദേശം 25ഓളം ഇനം വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസ് ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ ഒരു ബട്ടർഫ്ലൈ സോണിന് നമ്മുടെ തുമ്പൂർമുഴിയുടെ അത്ര ഇല്ലെങ്കിലും ഒരു ബട്ടർഫ്ലൈ ഗാർഡനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി. അതിനനുസരിച്ചിട്ട് ഇവിടെ കുറേ ഹോസ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു മഴക്കാലം സമയമാകുമ്പോഴാണ് ഇവിടെ കൂടുതലായിട്ട് ബട്ടർഫ്ലൈസ് കാണാൻ കഴിയുക. ഇപ്പോൾ നല്ല വെയിലുള്ള സമയത്തുകൊണ്ട് ഒന്നുമില്ല. ഇതാണ് അവിടെ
ബാക്കിൽ കാണുന്നത് ഫുള്ളും അശോകവനം, അതായത് നമ്മുടെ മൺമറഞ്ഞു പോയ പ്രമുഖരായ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളുടെ ഓർമ്മയ്ക്കായിട്ട് ഓരോ മരങ്ങളും അശോക തൈകളും മറ്റു മരങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുള്ളതാണിത്. ഇവിടെ EMS, അതേപോലെ തന്നെ കമല സുരയ്യ, പിന്നെ അതേപോലെ തന്നെ അഴീക്കോട് മാഷ് എന്നിവരുടെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഓരോ വൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ അടുത്ത കാലത്ത് ഡിസേബിൾ ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ഒരു ഡിസേബിൾ പേഴ്സണെ ആൾക്ക് ഇവിടുത്തെ പ്രധാന വ്യൂ പോയിൻ്റ് അങ്ങനെ എല്ലായിടത്തേക്കും ഒറ്റയ്ക്ക് ആരും സഹായമില്ലാതെ പോകാവുന്ന സംവിധാനത്തിലേക്ക് ഇത് ഈ അടുത്ത് മാറ്റിയിട്ടുണ്ട്. വോൾക്കാനിക് സ്വഭാവമുള്ള കുന്നാണ് വിലങ്ങൻ കുന്ന് എന്നാണ് പറയാറുള്ളത്. ഈ അടുത്ത കാലത്താണ് കൂടുതൽ ആളുകൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാനും അങ്ങനെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പണ്ട് കാലത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിലങ്ങുന്നിലോട്ട് ഒറ്റയ്ക്ക് വരാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ജില്ലാ ടൂറിസത്തിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ കൂടുതൽ ജീവനക്കാരും അതേപോലെ സെക്യൂരിറ്റിയും നമുക്കുണ്ട്. കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു സെൽഫി മുക്ക് ഉണ്ട്. അത് ഓരോ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെയും അവർക്ക് വരുന്ന സന്ദർശകർക്ക് ഇരിക്കാനും അതിന് സൗകര്യത്തിനുള്ള ഇരിപ്പിടങ്ങളും മറ്റും സംവിധാനങ്ങളും ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കശുമാവ് തോട്ടങ്ങളായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മൊട്ടക്കുന്നാണ്. ഈ ഭാഗങ്ങളൊക്കെ തരിശായിട്ടുള്ള ഒരു ഭൂമി പോലെയാണ് കിടന്നിരുന്നത്. ഇപ്പോൾ അവിടെയൊക്കെ ഒരുപാട് രക്തചന്ദനങ്ങളും മറ്റു മരങ്ങളും ഒത്തിരി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വിലങ്ങൻ കുന്നിനെ പറ്റിയൊരു രസകരമായ കഥയുണ്ട്. ആദ്യകാലങ്ങളിൽ ചെട്ടിയാന്മാർ എന്നൊരു വിഭാഗത്തിലെ അവരുടെ ശവപ്പറമ്പായിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അതായത് ഇപ്പോൾ അവരുടെ ഫ്യൂണറൽ രീതി എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡി ഇവിടെ കൊടുന്ന് വെക്കും. അപ്പോൾ വല്ല പക്ഷികളും മൃഗങ്ങളൊക്കെ അത് കൊത്തി സ്കെൽട്ടൺ ആവുന്ന സമയത്ത് അത് കൊണ്ട് സംസ്കരിക്കുകയാണ് ചെയ്തിരുന്നത്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് വിലങ്ങൻ കുന്ന് എന്ന് പറയുന്നത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ ദിൽസേ എന്ന് പറഞ്ഞ മൂവി, അതേപോലെ തന്നെ തൂവാനത്തുമ്പികളിൽ അതിൽ മോഹൻലാലും സുമലതയും കൂടിയിട്ടുള്ള ഒരു സീനുണ്ട്. അതിൽ നമുക്ക് വിലങ്ങൻ കുന്നിൻ്റെ പഴയ കാലത്തെ ഒരു 1990കളിലെ കാലത്തെ ദൃശ്യം നമുക്ക് അതിൽ കാണാം. ഞാൻ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ വാമനപുരം ബസ് റൂട്ട്, ഇഷ്ടം, പിന്നെ ഏഴാം സൂര്യൻ, അങ്ങനത്തെ മൂവികളൊക്കെ ഇവിടെ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ദിൽസേ മൂവി പറയുകയാണെങ്കിൽ അതിലെ പാട്ടില്ലേ ദിയാച്ചല്ലേ, ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള അതിൽ കുറേ ഒരു 10-25ഓളം ആനകളുടെ നടുവിലായിട്ട് ഉള്ള കുറച്ച് സീനില്ലേ, അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. അങ്ങനെ ഒരുപാട് പ്രകൃതിയും നല്ല സുന്ദരവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് വിലങ്ങൻ കുന്ന് എന്ന് പറയുന്നത്. ഇതാണ് പാർക്കിംഗ് ഏരിയ. വിലങ്ങൻ കുന്നിലെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 9 മണി to 6 മണിയാണ്. അതൊരു 8 മണി വരെ ആക്കാനുള്ള ലൈറ്റും മറ്റു സംവിധാനങ്ങളും കുറച്ചും കൂടി മാറിക്കഴിഞ്ഞാൽ അതൊരു 8 മണി വരെ എൻട്രി പാസ് കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് ഇവിടെ മാറും. നമ്മൾ ഈ വഴിയിലൂടെ, അതായത് തൃശ്ശൂരിൽ നിന്ന് പൂങ്കുന്നം വഴി അമല വഴി എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യാൻ നമുക്ക് നല്ലൊരു വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് വിലങ്ങൻ കുന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.